വീണ ജോർജ് നയിക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ് ജനങ്ങൾ അനുഭവിക്കുന്നത്, സഹിക്കുന്നത്. ഈ ഒരു അനാസ്ഥ ഒരു എക്സെപ്ഷനോ ഒന്നുമല്ല. ഈ കുറ്റകര അനാസ്ഥ ഒരു 10 കൊല്ലം അതേ ആരോഗ്യ മേഖലയിൽ ഒരു സ്ത്രീൻ്റെ ബോഡിയിൽ ഒരു 4 കൊല്ലം അവിടെ ആക്സിഡൻ്റ് ആയിട്ട് വിട്ടത്. മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. പക്ഷേ സീറോ അക്കൗണ്ടബിലിറ്റിയുള്ള സർക്കാരാണ് ഈ ചെയ്യുന്ന സർക്കാർ. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, കഴിഞ്ഞ ദിവസം എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ജനങ്ങളൊരു അവസരം തരുമ്പോൾ ഒരു സർക്കാരിൻ്റെയും ഒരു MLAൻ്റെയും ഒരു മന്ത്രിൻ്റെയും ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യത്യാസം കൊണ്ടുവരാൻ. പക്ഷേ ഇവിടെ നടന്നത്, കഴിഞ്ഞ 10 കൊല്ലം നടന്നത് കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മരിക്കുമ്പോൾ ആരും മരിക്കുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ ആരും പേഷ്യൻ്റ് ഒന്നുമില്ല. ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് നേരെ എടുക്കാം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. നാണമില്ലാത്തൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, ഇത്ര കൊല്ലം CPMൻ്റെ ഒപ്പം 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ ഇരിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് പറയുന്നത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ CPM കോൺഗ്രസും ഒരുമിച്ചൊരു പൊളിറ്റിക്കൽ വിഡ്ഢിയാക്കുന്നത് ഇവര് ഒരു കംപ്ലീറ്റ് അസംപ്ഷൻ. ഇത് രാഹുൽ ഗാന്ധി മുതൽ സതീശന്റെ ഒരു കംപ്ലീറ്റ് അസംപ്ഷനാണ്. ജനങ്ങളോട് എന്തെങ്കിലും പിന്നെ ആ സൈക്കിൾ തന്നെ റിപ്പീറ്റ്. പക്ഷേ ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, കേരളത്തിൽ ഇത് നടക്കില്ല. ഇത് കോൺഗ്രസ് പാലക്കാടിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് BJP മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം, ശോഭാ സുരേന്ദ്രൻ ഒരു ജനകീയ ലീഡറാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് കണ്ട് മനസ്സിലാക്കി പേടിച്ച് ആണ് ഈ ഒരു കുപ്രചരണം കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ കാലങ്ങൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്തു എന്ന് കൃത്യമായി പറയാൻ ധൈര്യം ഉണ്ടാവും. ഈ KC വേണുഗോപാലും VD സതീശൻ ചെയ്യുന്ന TV മാധ്യമ സുഹൃത്തുക്കൾ വഴി കുപ്രചരണം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിധിയാക്കാനും ഒരു ശ്രമം ഈ ഇലക്ഷനിൽ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP NDA ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് എല്ലാം കംപ്ലീറ്റ് ആണ്.
ഞങ്ങളുടെ ഒരു 99% സ്മൂത്തായി പോയിട്ടുണ്ട്. എല്ലാവർക്കും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അത് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾക്കൊരു സംശയവുമില്ല. അല്ല നോക്കൂ, അല്ല വർക്കല BDJസിന് സീറ്റ് കൊടുത്തു. അത് ഞങ്ങളെല്ലാവരും ഇരുന്ന് തീരുമാനിച്ചിട്ടാണ് ഈ NDA സീറ്റ് ഷെയറിംഗ് എല്ലാം നടന്നത്. നോക്കൂ, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും കുറച്ചെല്ലാം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. എനിക്കിപ്പോൾ നിയമം കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടാവും. അതൊരു നോർമൽ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, എല്ലാവരോടും സംസാരിക്കുന്നത്. ആ ഡിസപ്പോയിൻമെൻ്റ് എല്ലാം ഒരു ദിവസം ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം, NDAൻ്റെ എല്ലാ പ്രവർത്തകരുടെയും BJPയുടെ എല്ലാ പ്രവർത്തകരുടെ ലക്ഷ്യം മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പുതിയ വികസനത്തെ രാഷ്ട്രം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. ആർക്കും സംശയം നമ്മളില്ല. അത് ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിലും മറ്റ് 139 നിയോജക മണ്ഡലത്തിൽ പ്രധാന എതിരാളി ഈ പഴയ CPM കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയത്തിനെ മാറ്റാനും വികസനമില്ലായ്മ മാറ്റി വികസനം കൊണ്ടുവരാനാണ് BJP NDA ക്യാമ്പയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ഞങ്ങളും പറയുന്നു. അപ്പോൾ അതിൽ വലിയ എതിരാളിയോ ചെറിയ എതിരാളിയോ ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. രണ്ടുപേരും ഇന്ത്യ അലയൻസ് മുന്നണിയുടെ ഭാഗമാണ്. ഒരുമിച്ച് നാടിനെ നശിപ്പിച്ച രണ്ട് പാർട്ടികളാണ്. അവർ രണ്ടുപേരെയും ഈ പോളിറ്റിക്സിന് മാറ്റിവെച്ച് ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാനാണ് BJP NDA മത്സരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.